നിങ്ങളുടെ ഫാക്കൽറ്റിയിൽ ചോദിച്ചായിരുന്നു നിങ്ങളുടെ ഫാക്കൽറ്റിക്ക് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് ഒക്കെ കാണിച്ചു തന്നായിരുന്നു. അതെ, അതായത് ക്ലാസ് തുടങ്ങി ഒരു 1 വീക്കിന് ശേഷം ഇറാസ്മസിനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെ തന്നു. ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലുണ്ട്, എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാം, ഓർക്കുന്നുണ്ടോ ഏതൊക്കെ കണ്ടു? അത് നമ്മളെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ. അതായത് ഞാൻ എറാസ്മസ് എന്താണെന്ന് അറിയില്ലാത്ത സ്റ്റുഡൻസിനും പേരൻസിനും, എനിക്കൊന്ന് സാർ നിങ്ങളോട് ഓൾറെഡി ഇത് പറഞ്ഞു കാണുമായിരിക്കും, പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. യൂറോപ്യൻ യൂണിയന് 2 സ്പെഷ്യൽ സ്കീംസ് ഉണ്ടെന്ന്, ഇറാസ്മസ് പ്ലസ് സ്റ്റഡീസ്, രണ്ടാമത്തെ ഇറാസ്മസ് പ്ലസ് ഇന്റേൺഷിപ്പ്. അപ്പം ഇറാസ്മസ് പ്ലസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബാച്ചിലേഴ്സ് പഠിക്കാനാണ് വരുന്നതെങ്കിൽ 2ാമത്തെ വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിൽ ഒരു സെമസ്റ്റർ നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ്റെ സ്കോളർഷിപ്പ് ഇങ്ങോട്ട് വാങ്ങിച്ച് ഒരു സെമസ്റ്റർ ലിത്വേനിയയ്ക്ക് പുറത്തുള്ള വേറെ ഏതെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് പോയി പഠിക്കാം. അതായത് നിങ്ങളുടെ 6ാമത്തെ സെമസ്റ്റർ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കാം, ഇങ്ങോട്ട് ഫണ്ട് കിട്ടും. നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് 70 to 80% ഓഫ് ദ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയിട്ടാണ് ആ രാജ്യത്തിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ലിത്വേനിയയിൽ 2 വർഷം പഠിക്കുന്നു, 3ാമത്തെ വർഷം തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾ ജർമ്മനിയിൽ ഈ സെയിം കോഴ്സിൻ്റെ ആ സെമസ്റ്റർ പഠിക്കാൻ പോവാം. അപ്പോൾ ജർമ്മനിയിൽ പോയി താമസിക്കുന്നതിൻ്റെ ലിവിങ് കോസ്റ്റിനനുസരിച്ചുള്ള ഒരു ഫണ്ടിങ് ഒരു 500 euro ഒക്കെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇവർ മാസ്റ്റേഴ്സാണ്. അപ്പോൾ മാസ്റ്റേഴ്സ് കുട്ടികളുടെ കേസിലാണ് എങ്കിൽ പോലും ഇവരുടെ കോഴ്സ് MSW 2 വർഷമാണ്. ആദ്യത്തെ ഒരു സെമസ്റ്റർ ഇവിടെ, 2ാമത്തെ സെമസ്റ്റർ ഇവിടെ, 3ാമത്തെ സെമസ്റ്ററിൽ ഇവർക്ക് ഇവരുടെ 3ാമത്തെ സെമസ്റ്റർ പഠിക്കുന്നതിന് വേണ്ടി പോകാം. ആ പോകുന്നത് ഇപ്പോൾ ഫിൻലൻഡിലാണ് ഈ കുട്ടി പറഞ്ഞാൽ ഫിൻലൻഡിൽ പോവുകയാണെങ്കിൽ ഫിൻലൻഡിലെ ലിവിങ് കോസ്റ്റിന് അനുസൃതമായിട്ടുള്ള എമൗണ്ട് കിട്ടും ഇങ്ങോട്ട് സ്കോളർഷിപ്പ്. അതൊരു 55,000 60,000 രൂപയൊക്കെയാണ് ഒരു മാസം കിട്ടുന്നത്. അങ്ങനെ ഒരു 4 മാസം നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്യും. നിങ്ങൾ അങ്ങോട്ട് അടയ്ക്കുന്ന ട്യൂഷൻ ഫീയുടെ ആദ്യത്തെ വർഷത്തിൻ്റെ 4.25% ഇങ്ങോട്ട് വാങ്ങിക്കാം. മനസ്സിലായില്ലേ? ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഇത് തീർന്നു, 3ാമത്തെ സെമസ്റ്റർ അവിടെ പഠിച്ചു, തിരിച്ചിവിടെ വരിക. 4ാമത്തെ സെമസ്റ്റർ എന്താണ്? നിങ്ങളുടെ മാസ്റ്റർ തീസിസ് ആണ്. ബാച്ചിലേഴ്സ് കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് സെമസ്റ്റർ എന്ന് പറയുന്നത് ബാച്ചിലർ പ്രോജക്റ്റാണ്, തീസിസ് ടൈമാണ്. അപ്പോൾ അത് നിങ്ങളിവിടെ തിരിച്ചു വന്ന് ഇവിടെ ചെയ്യുക, എന്നിട്ട് ഇവിടെ നിങ്ങളത് ഡിഫെൻഡ് ചെയ്യുക. പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഇറാസ്മസ് 2 സ്കീം ഉണ്ടെന്ന് പറഞ്ഞില്ല, ഒന്ന് സ്റ്റഡി, രണ്ടാമത്തത് ഇന്റേൺഷിപ്പ്. ഈ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുമോ? അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. സ്റ്റുഡൻസും പേരൻസും ഇനി ഇങ്ങോട്ട് വരാൻ പോകുന്ന കുട്ടികൾ, ഇവിടെ ഉള്ള കുട്ടികൾ, ഇതിനെപ്പറ്റി അറിയില്ലാത്ത കുട്ടികളുണ്ട്, ദയവായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കോഴ്സ് തീരുന്നത് എക്സാക്ട്ലി എന്നാ തീരാൻ പോകുന്നത്? ഇതിപ്പോൾ 2025 അല്ലേ? 2027 ജൂൺ മാസമാകുമ്പോൾ നിങ്ങളുടെ തീരും. ഓക്കെ, ഓഗസ്റ്റില്ല, ജൂൺ ആകുമ്പോൾ തീരും. അപ്പം ജൂൺ മാസത്തിൽ നിങ്ങളുടെ എന്താണ്? കോൺവെക്കേഷനാണ്. ഓക്കെ, 2027 2027 ജൂണിൽ കോഴ്സ് തീരുക. ഓക്കെ, ഏപ്രിൽ മാസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് കണ്ടുവെച്ചോണം. അപ്പോൾ നിങ്ങൾ സ്റ്റിൽ ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആണ്. 2027 ഏപ്രിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റിൽ BMU സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, ആ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസിൽ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ, ലെറ്റ്സ് UN ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും NGO ആയിരിക്കും, എവിടെയെങ്കിലും ഇന്റേൺഷിപ്പ് കണ്ടുപിടിക്കുക. ഔട്ട്സൈഡ് ലിത്വേനിയ ആയിരിക്കണം. കണ്ടുപിടിച്ചിട്ട് ആ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് തീർന്നതിന് ശേഷം ആ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് പോകുന്നതിനുള്ള ഫണ്ടിങ് അലോക്കേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? അതായത് നിങ്ങളുടെ 2027 ജൂൺ മാസം ഇവിടുത്തെ സ്റ്റുഡൻറ് സ്റ്റാറ്റസ് കഴിഞ്ഞു, ഇവരുമായിട്ട് ഗുഡ് ബൈ പറയുക. പക്ഷേ അതിനു മുമ്പ് ഏപ്രിലോ മാർച്ചോ ആവുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു NGOയിൽ ഇന്റേൺഷിപ്പ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് ഇവിടെ കൊണ്ട് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ജൂൺ മാസം കഴിഞ്ഞ് ഓഗസ്റ്റ് മുതൽ 1 വർഷത്തോളം ഉള്ള സമയമാണ്. ഈ സമയത്തിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം, അതിന് ഇവിടുന്ന് ഫണ്ട് കിട്ടും. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ ഞാൻ ഒരിടത്തും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നമുക്ക് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ഫണ്ടിങ് സിസ്റ്റമേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഇറാസ്മസ് പ്ലസ് ഇന്റേൺഷിപ്പ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഗ്രാജുവേഷന് ശേഷവും നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, അതായത് നിങ്ങളുടെ ലാസ്റ്റ് സെമസ്റ്ററിലും ഇന്റേൺഷിപ്പ് ഇതുപോലെ കണ്ടുപിടിക്കുകയാണ് എങ്കിൽ പോയി ചെയ്യുന്നതിനും ഇതേ ഫണ്ട് കൂടുതലാണ് കേട്ടോ. ഇന്റേൺഷിപ്പിന് കൂടുതല. സ്റ്റഡിക്ക് പോകുന്നതിന് 550 euro ഉള്ളെങ്കിൽ ഇന്റേൺഷിപ്പിന് 700 ആയിരിക്കും, കൂടുതൽ ഫണ്ട് കിട്ടും. ഇതാണ് ഇറാസ്മസ് പ്ലസ് സ്റ്റഡീസും ഇറാസ്മസ് പ്ലസ് ഇന്റേൺഷിപ്പും തമ്മിലുള്ള വ്യത്യാസം.